വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. സത്യമേ, സ്വന്തം മകന്റെ കുഞ്ഞിനെയാ നിങ്ങൾ പണം നൽകി ഒഴിവാക്കാൻ നോക്കിയത്. ആര് സഹിച്ചാലും പെറ്റമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. കാശ് കൊണ്ട് എന്തും വിലക്കെടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷേ കാശ് ഉപകരിക്കാത്ത സന്ദർഭങ്ങളും ജീവിതത്തിലുണ്ടാവാം. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ഈ അഹങ്കാരത്തിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എന്നിൽ നിന്നും എന്റെ വിഷ്ണുവേട്ടനെ ഇങ്ങനെ അകറ്റി നിർത്താൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞേക്കാം. പക്ഷെ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകറ്റാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലോ. എന്തൊരു ഇരിപ്പാ മോളേത്. വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചില്ലല്ലോ. ഇനി ഈ ഇരിപ്പ് ഇരുന്നിട്ട് അത്താഴം പോലും കഴിക്കാതെ കിടക്കാനാവും അല്ലേ? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല അമ്മ. അവിടെ നടന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു. അതൊക്കെ മനസ്സിന്ന് കള മോളെ. സത്യാമ്മയും പറഞ്ഞു, അതിനൊപ്പം കാര്യങ്ങൾ നമ്മളും പറഞ്ഞു. അതിലിപ്പോ ഒരു തെറ്റുമില്ല. എന്നാലും നമ്മുടെ സത്യമോളെ ഒഴിവാക്കണമെന്ന് അവര് വീണ്ടും വീണ്ടും പറഞ്ഞില്ലേ? എനിക്ക് അതോർക്കുമ്പോഴ അത് അവരുടെ മനസ്സ്. ചില ആൾക്കാർക്ക് കരിങ്കല്ലിനെ തോൽപ്പിക്കുന്ന മനസ്സാണെന്ന് പറയും. ഇവരുടെ മനസ്സ് അതിനേക്കാൾ കട്ടിയ. ഗോപാലേട്ടൻ ഉണ്ടാവേണ്ടതായിരുന്നു. മുൻപും പിൻപും നോക്കാതെ വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നോക്കിയിരിക്കുന്ന ഗോപാലേട്ടനെ സത്യമോളെ എന്തെങ്കിലും പറഞ്ഞെന്നറിഞ്ഞാൽ സഹിക്കൂല. വണ്ടി പിടിച്ച് അവിടെ പോയി ബഹളം വെച്ചേനെ. ഒരു തരത്തിൽ അച്ഛനില്ലാതിരുന്നത് ഭാഗ്യം. നമ്മളെപ്പോലെ ക്ഷമയും സഹനമൊന്നും അച്ഛനില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നാട്ടിൽ മുഴുവൻ ശത്രുക്കളുണ്ടായത്. പിന്നെ ഈ ക്ഷേത്രങ്ങൾ തോറും നടക്കുന്നത് കൊണ്ട് ഇപ്പൊ അതിനൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാം. വിഷ്ണുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എല്ലാവരും കൂടി ഒരുമിച്ച് പോകണമെന്ന് പാവ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്നതല്ലെന്ന് ഇന്നത്തോടെ മനസ്സിലായിട്ടുണ്ടോ? അമ്മയെ പറഞ്ഞു തിരുത്താൻ വിഷ്ണുവേട്ടനും കഴിയുന്നില്ല.